ജനറലി ടെക്നോളജി ലോകം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. AI റേസിൽ ആരാണോ ജയിക്കുക അവരായിരിക്കും ഇനിയുള്ള കാലത്ത് ഫ്യൂച്ചറും ഭരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഈ വിഷയത്തിലൊക്കെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ സിലിക്കൺ വാലിയിലെ പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളിലേക്ക് ഒതുങ്ങും. അത് OpenAI, ആന്ത്രോപിക്, ഗൂഗിൾ, മെറ്റ അല്ലെങ്കിൽ ഗ്രോക്കോ, ഇവരൊക്കെയാണ് ഇനി ലോകം ഭരിക്കുക എന്നുള്ളൊരു ഡിസ്കഷൻ വരും. ആരാണ് ഏറ്റവും വലിയ മോഡൽ ഉണ്ടാക്കുന്നത്, ആർക്കാണ് കൂടുതൽ കമ്പ്യൂട്ട് കപ്പാസിറ്റി ഉള്ളതെന്നൊക്കെയാണ് ലോകം ഇന്ന് ജനറലി ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതല്ല യഥാർത്ഥ സ്റ്റോറി. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പക്ഷേ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എക്കണോമിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ ഒരു പ്രശസ്ത എക്കണോമിസ്റ്റിൻ്റെ ഒരു അനാലിസിസ് ഞാൻ വായിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള എന്നാൽ നമ്മളെയൊക്കെ തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ജനറലി ബിലീവ് ചെയ്യുന്നുണ്ടല്ലോ AI റേസിൽ ഒരു പക്ഷേ അമേരിക്ക ജയിക്കും, കാരണം അവർ ഫ്രണ്ടിയർ മോഡലൊക്കെ അവരുടെ കയ്യിലാണ്. പക്ഷേ സ്റ്റിൽ 21ാം നൂറ്റാണ്ടിലെ ഒരു എക്കണോമിക് വാറിൽ ചൈനയായിരിക്കും ജയിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI കയ്യിലുണ്ടായിട്ടും ഒരു രാജ്യം എങ്ങനെയാണ് ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റംസിൽ തോറ്റു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രവചനമല്ല. ഇത് ഒരുപാട് അദ്ദേഹം പറയുന്നത് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് ഉണ്ട്. അത് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാന ഡിസ്കഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. കാരണം മിക്കപ്പോഴും നമ്മൾ AI എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ടെക്നോളജി, അതിലങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ ടെക്നോളജി റേസ് ജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ടെക്നോളജി റേസിനെ ഒരു ബിൽഡിംഗ് പോലെ കാണുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലെ ഫ്ലോർ ഉണ്ടാവുമല്ലോ, അതാണ് AI, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിയർ അത് തന്നെയാണ്. പക്ഷേ ആ ഫ്ലോർ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയും ഒരുപാട് ഫ്ലോറുകളുണ്ട്, ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. ഇത് ആരുടെ കയ്യിലാണ് എന്നുള്ള ചോദ്യമില്ലേ? അതാണ് യഥാർത്ഥ ചോദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂട്ടത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കാൻഡൻ ഫെയറിലേക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുന്നത്തേനേക്കാൾ ഒരു ലിമിറ്റഡ് ഗ്രൂപ്പിനെ കൊണ്ടുപോകുക, അതാണ് റിസൾട്ട് കൂടുതൽ ബെറ്റർ ആക്കാൻ നല്ലതെന്ന് മനസ്സിലായി. അപ്പോൾ അത്തരത്തിൽ ഇത്തവണയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കാൻഡൻ ഫെയറിന് മുൻപായിട്ട് ഓഗസ്റ്റിൽ AI ആൻഡ് IoT സമ്മിറ്റ് വരുന്നുണ്ട്. അത് AI മേഖലയിലുള്ള ഹാർഡ്വെയർ പ്രൊഡക്റ്റുകളിൽ ട്രേഡ് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ആ മേഖലയിലെ ടെക്നോളജി അറിയാനോ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നോളജി ഒരു ബിൽഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് നിലകളുള്ള ബിൽഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോറെ അമേരിക്ക കൺട്രോൾ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള നിലകൾ ആരുടെ കയ്യിലാണ് എന്നുള്ള ഒരു ഡിസ്കഷനിലേക്കാണ്. ഇപ്പോൾ ഗ്ലോബൽ ടെക് ഡോമിനൻസ് ആരുടെ കയ്യിലാണ് എന്നുള്ളതാണ്. ഈ ഗ്ലോബൽ ടെക് ഡോമിനൻസ് എന്ന് പറയുന്നത് കേവലം സോഫ്റ്റ്വെയറോ AI മോഡലുകളോ മാത്രമല്ല. അപ്പോൾ ഡ്രോണുകളുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററികൾ, റോബോട്ടിക്സ്, സെമി കണ്ടക്ടറുകൾ, സ്പേസ് ടെക്നോളജി ഉണ്ട്, ഗ്രീൻ എനർജി ഹാർഡ്വെയർ, ഇതെല്ലാം നേരത്തെ പറഞ്ഞ കെട്ടിടത്തിൻ്റെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറുകളാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ആർക്കാണ് ലീഡ് എന്നുള്ളത് ഇനി വരുന്ന ഡെക്കേഡ്സിൽ ആരായിരിക്കും ഒരു ഗ്ലോബൽ എക്കണോമിക് പവറായിട്ട് മാറാമെന്നൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ ടെക്നോളജികളിൽ നിലവിൽ ആരായിരിക്കും മുന്നിൽ നിൽക്കുക എന്നുള്ള ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു അസസ്മെൻറ്റ് കിട്ടും. ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള 60-ലധികം സാങ്കേതിക വിദ്യകളെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 20 കൊല്ലം മുൻപ് ഇതിൽ ഭൂരിഭാഗം സാങ്കേതിക വിദ്യകളിലും ലോകത്ത് ഒന്നാമത് നിന്നിരുന്നത് അമേരിക്കയായിരുന്നു. ആ കാലത്ത് ചൈന മുന്നിലുണ്ടായിരുന്നത് വെറും 3-4 കാര്യങ്ങളിൽ മാത്രമാണ്. പക്ഷേ കാലം കുറച്ചധികം മുൻപോട്ട് പോയി ഇന്ന് ആ ട്രാക്കറിൽ 74 ക്രിട്ടിക്കൽ ടെക്നോളജികൾ ഉണ്ടെങ്കിൽ അതിൽ 66-ലും മുൻപിൽ നിൽക്കുന്നത് ചൈനയാണ്. അഡ്വാൻസ്ഡ് മെറ്റീരിയലുകൾ, മാനുഫാക്ചറിങ്, ബാറ്ററി, ഹൈപ്പർസോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരുവിധം ഭൂരിഭാഗം മേഖലകളിലും ചൈനയാണെന്ന് മുൻപിൽ. അപ്പോൾ അമേരിക്കയ്ക്ക് മുൻതൂക്കമുള്ള മേഖലകളുണ്ട്. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ചുരുക്കം ചില കോർ സോഫ്റ്റ്വെയർ മേഖലകളിൽ അവർ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജനറേഷൻ 30 കൊല്ലം എന്നൊക്കെ അല്ലേ പറയല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 20 വർഷം കൊണ്ടാണ് ചൈന ഈ ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമല്ല. ചൈന വളരെ ദീർഘവീക്ഷണത്തോടെ അവർക്ക് ഏക പാർട്ടി സംവിധാനം മറ്റുമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഡിസൈൻ ഇതിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടെക്നോളജികളെല്ലാം ചൈന സ്വന്തമായിട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടാണോ മുന്നേറിയതെന്ന് ചോദിച്ചാൽ ഇവിടെ നല്ല രസമുള്ളൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ലോകത്തെ മാറ്റിയ ഒരു പുതിയ ടെക്നോളജികളും ചൈനയിലെ ലാബുകളിൽ നിന്ന് വന്ന സംഭവങ്ങളല്ല. ഈ പറയുന്ന ഭൂരിഭാഗം ടെക്നോളജികൾ, നേരത്തെ പറഞ്ഞ ഇപ്പോൾ 66 മേഖലകളിൽ അവർ മുൻപിലാണെന്ന് പറഞ്ഞല്ലോ, ഭൂരിഭാഗം ടെക്നോളജികളുടെയും അടിസ്ഥാന റിസർച്ചും അതിൽ നടക്കുന്ന ഇൻവെൻഷൻസൊക്കെ അമേരിക്കയിലോ ജപ്പാനിലോ യൂറോപ്പിലൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു ലാബിൽ ഇത് ഇൻവെൻറ്റ് ചെയ്യുന്നതും അത് വലിയ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് രണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ
കൊമേഴ്ഷ്യൽ ഡ്രോണുകളുടെ കാര്യം നോക്കാം. ഇന്നത്തെ ഒരു ഇൻഡസ്ട്രിയൽ ലോകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫൻസിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം വരുത്തിയ ഒരു ടെക്നോളജിയാണ് ഈ ഡ്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ആസച്ച് കണ്ടുപിടിച്ചതൊക്കെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് ലോകത്തെ കൊമേഴ്ഷ്യൽ ഡ്രോണിൻ്റെ മാർക്കറ്റിൻ്റെ 70% കൈയാളുന്നത് ഒരേ ഒരു ചൈനീസ് കമ്പനി ആയിട്ടുള്ള DJI ആണ്. അപ്പോൾ ഇതേ പാറ്റേൺ കൺസിസ്റ്റൻ്റ് ആണ് മറ്റു ഒരുവിധം എല്ലാ മേഖലകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇൻവെൻറ്റ് ഇറ്റ് ദർ അല്ലെങ്കിൽ വെസ്റ്റേണിൽ ഇൻവെൻറ്റ് ചെയ്യുക, മേക്ക് ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഏത് വരയ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 ഐഫോണിൻ്റെ ഫസ്റ്റ് വേർഷൻ സ്റ്റീവ് ജോബ്സ് ലോഞ്ച് ചെയ്തല്ലോ. അതിനെക്കുറിച്ച് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ സ്റ്റീവ് ജോബ്സ് അവിടെ ലോഞ്ച് ചെയ്ത് ഇത് മാർക്കറ്റിൽ എത്തുന്നതിൻ്റെ ഇടയിൽ ഒരു 2 മാസത്തെ പീരീഡ് ഉണ്ട്. അതിനു മുൻപ് ചൈനയുടെ കോപ്പി ഐഫോണുകൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ ഇതിന് ലാർജ് സ്കെയിൽ ഡിപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ന് ചൈനയെ വെട്ടിക്കാൻ ആരുമില്ല. അപ്പോൾ ഇത് പ്രൊഡക്റ്റായിട്ട് ചൈനീസ് ഫാക്ടറികളിൽ മാറുന്നു. ഇത് നമുക്ക് ലിഥിയം അയൺ ബാറ്ററിയുടെ കാര്യത്തിൽ കാണാം, സോളാർ പാനലുകളിൽ കാണാം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ EV കാറുകളെയൊക്കെ പവർ ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടറുകളുടെ കാര്യത്തിലൊക്കെ കാണാം. ഈ ഇലക്ട്രിക് മോട്ടറിലും അല്ലെങ്കിൽ ഈ കാറ്റാടി യന്ത്രത്തിൻ്റെയൊക്കെ ഉള്ളിൽ മാഗ്നറ്റുകളുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, പവർ പ്രൊഡ്യൂസ് ചെയ്യാനും മറ്റുമൊക്കെ. ഈ മാഗ്നറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മോട്ടർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കില്ല. ഇത്തരം അഡ്വാൻസ്ഡ് പെർമനൻറ്റ് മാഗ്നറ്റുകളിൽ 94% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈന മാത്രമാണ്. EV മാത്രമല്ല, അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വിൻഡ് ടർബൈനുകൾ, ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ, മിസൈൽ ഗൈഡൻസ് സിസ്റ്റം, ഇതിലൊക്കെ ഈ മാഗ്നറ്റുകൾ കൂടിയേ തീരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലോജിക്കലായിട്ട് നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അമേരിക്കക്കോ യൂറോപ്പിനോ ഈവൻ ഇന്ത്യക്കൊക്കെ ഇത് സ്വന്തമായിട്ട് ഈ മാഗ്നറ്റുകളും ബാറ്ററികളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ തുടങ്ങിയാൽ പോരെ എന്നുള്ളതാണ് വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അവിടെയാണ് ഇന്നത്തെ ലോകം പെട്ടിരിക്കുന്ന യഥാർത്ഥ കെണി കിടക്കുന്നത്. ഫാക്ടറികൾക്ക് നമുക്ക് പണിയാൻ പറ്റും, അതിന് വേണ്ടുന്ന മെഷീനറികൾ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. പക്ഷേ ആ ഫാക്ടറി റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലുകൾ എവിടെ നിന്ന് വരും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതിൻ്റെ ചൈനയുടെ ആക്ച്വൽ പവർ കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാക്ടറികൾ ഉണ്ടാക്കുന്നതിലല്ല, അതിന് താഴെയുള്ള അവരുടെ റിഫൈനിങ് കപ്പാസിറ്റിയും സപ്ലൈ ചെയിൻ കൺട്രോളുകളൊക്കെയാണ്. ഇവിടെയാണ് നമ്മൾ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ജനറലി ലൈക്ക് ഈ വീഡിയോക്ക് റിസർച്ച് ചെയ്യുന്നതിന് മുൻപ് ഞാനും കരുതിയിരുന്നത് റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ചൈനയിലായിരിക്കും ഇത് മൊത്തം കാണുന്നത്, ബാക്കിയുള്ള ഭാഗത്തൊന്നും ഉണ്ടാവില്ല. റെയർ ആണല്ലോ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ, അപൂർവമായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ സംഭവങ്ങളൊക്കെ ഭൂമിയിൽ ധാരാളമായിട്ടുണ്ട്. യഥാർത്ഥ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയർ എർത്ത് എലമെൻറ്റുകളെ മണ്ണിൽ നിന്ന് മൈൻ ചെയ്തെടുത്ത് അത് അതീവ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെ റിഫൈൻ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഗ്രേഡുള്ള ഹൈ പ്യൂരിറ്റി രൂപത്തിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ കളി. ഈ റിഫൈനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്ന റെയർ എർത്ത് റിഫൈനിങ്ങിൻ്റെ ഏകദേശം 90% നിയന്ത്രിക്കുന്ന ഒരേ ഒരു രാജ്യം ചൈനയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഫ്ലോറുകളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ടെക്നോളജി റൈസിൻ്റെ ബിൽഡിങ്, ഇത് ഓരോന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇലക്ട്രിക് വെഹിക്കിളുകൾ, റോബോട്ടിക്സ്, വിൻഡ് ടർബൈനുകൾ, ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ, മിസൈലുകൾ, സെമി കണ്ടക്ടർ ജിപ്പുകൾ, ഇതിനൊക്കെ ആവശ്യമായിട്ട് വരുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ റെയർ എർത്ത് മിനറലുകളാണ്. അതുകൊണ്ട് തന്നെ ലോകം മൊത്തത്തിൽ ഇപ്പോൾ ടെക്നോളജി റേസിൽ മുൻപേറണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ട് അഥവാ ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചൈനയുടെ കയ്യിലാണ്. ഇതിൽ ഏറ്റവും ക്ലവറായിട്ടുള്ള അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഈ മെറ്റീരിയലുകൾ പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുന്നില്ല, പക്ഷേ അവരതൊരു ടാപ്പ് പോലെ ആവശ്യത്തിന് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്കാഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുക, ആർട്ടിഫിഷ്യലി അവർ സപ്ലൈ കൺട്രോൾ ചെയ്തിട്ട് സ്കാഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജിയോ പൊളിറ്റിക്കൽ സ്വിച്ച് ആയിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് അത് തുറന്നു കൊടുക്കുന്നു, താല്പര്യമില്ലാത്ത രാജ്യങ്ങൾക്ക് അവർ സപ്ലൈ ടൈറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു തിയററ്റിക്കലായിട്ട് പറയുന്നൊന്നുമല്ല. സമീപകാലത്ത് ഒരുപാട് ഇഷ്യൂസ് ലാസ്റ്റ് ഇയറിലൊക്കെ ഇത് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ ചൈന അവരുടെ ഈ റെയർ എർത്ത് മെറ്റീരിയൽസ് പുറത്തേക്ക് വിടാഞ്ഞപ്പോൾ ലോകത്തുള്ള ഒരുപാട് ഫാക്ടറികൾ നിശ്ചലമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയും കാറുകളുടെയൊക്കെ പ്രൊഡക്ഷൻ കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ചൈനയുടെ ഈ ചോക്ക് പോയിന്റിനെ ആശ്രയിച്ച് നിൽക്കുന്നത് ഏകദേശം പെർ ഇയർ $6.5 ട്രില്യൺ ഗ്ലോബൽ ഇക്കോണമിയാണെന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സൈസ് മനസ്സിലാവുന്നുണ്ട്. ഒരു ഇന്ത്യൻ GDPയുടെ ഏകദേശം 1.5 ടൈംസ് എങ്കിലും വരും. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ സിലിക്കൺ വാലിയിലെ കോർപ്പറേഷനുകളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്, ഏറ്റവും ബുദ്ധിയുള്ള ലാംഗ്വേജ് മോഡലുകൾ ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാണ് വാട്ട് എവർ ടെക്നോളജി ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ഡിപ്ലോയ് ചെയ്യാനുള്ള ഹാർഡ്വെയറിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ
ഇതിൻ്റെ സപ്ലൈ ചെയിൻ ആര് നിയന്ത്രിക്കുന്നു എന്നുള്ളിടത്താണ്. നിങ്ങൾ എത്ര വലിയ ടെക്നോളജി വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, ഈ ടെക്നോളജി നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഹാർഡ്വെയറോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത് ചൈനയിലെ റിഫൈനറി ഹബ്ബുകളിൽ നിന്നാണ് എന്നുള്ള ഒരു റിയാലിറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഓക്കെ, ഇന്ത്യക്ക് ഇതിൽ മുന്നേറി വരണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ളൊരു ചോദ്യമല്ലേ. ഈ ടിപ്പിക്കലി എൻ്റെ വീഡിയോകളിൽ ജനറലി വരുന്നൊരു കമൻറ്റാണ് നമുക്ക് ചൈനയുടെ എല്ലാം ബഹിഷ്കരിക്കണം. പക്ഷേ ഇൻ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് കാണുന്ന ഫോണോ ടി വിയോ വാട്ടവർ ഇതെല്ലാം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഇതിൻ്റെയൊക്കെ സപ്ലൈ ചെയിൻ കിടക്കുന്നത് ചൈനയിലാണ്. അപ്പോൾ ഐഫോൺ ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുന്നു എന്ന് പറയുന്നു, പക്ഷേ ഐഫോണിന് മേജറായിട്ടുള്ള 200ഓളം കീ സപ്ലയേഴ്സ് ഉണ്ട്, കീ മെറ്റീരിയൽ സപ്ലൈസ് ഉണ്ട്. ഇതെല്ലാം ചൈനയിലാണ്. നമ്മൾ ടു സം എക്സ്റ്റെൻറ്റ് അസംബിൾ ഇൻ ഇന്ത്യയാണ്, അല്ലാതെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിനേക്കാൾ എന്നുള്ള ഒരു ആരോപണമുണ്ട്. ബട്ട് ദെൻ അത് യാഥാർത്ഥ്യവുമാണ്. ഇതിലൊക്കെ നമുക്ക് മുന്നേറി വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ജയൻസ് ആ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ചിപ്പ് ഡിസൈനിങ്ങിൻ്റെ കാര്യം തന്നെ നോക്കാം. സെമി കണ്ടക്ടർ കമ്പനികളുടെ ഡിസൈൻ സെൻറ്ററുകളിൽ വർക്ക് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ എഞ്ചിനീയർമാരുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പൂൾ ഇന്ന് ലോകത്തിൻ്റെ സിംഹഭാഗവും കിടക്കുന്നത് നേരത്തെ പറഞ്ഞ ചൈനയിലാണ്. അതുകൊണ്ട് തന്നെയും അവർക്ക് ഇതിൻ്റെ ഹാർഡായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ആവശ്യകത വലിയൊരു ശതമാനവും നമ്മൾ ഇപ്പോഴും ഇറക്കുമതി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈന ചെയ്തതിൽ നമുക്ക് ഒരുപാട് കോപ്പി അടിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചൈന ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഒരു കുട്ടി എങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി സ്വന്തമായിട്ട് ഇൻവെൻറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, പകരം മറ്റുള്ളവർ നടക്കുന്നത് എങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്ങനെയാണോ അത് കോപ്പി അടിച്ചിട്ട് കുട്ടി നടക്കാൻ പഠിക്കുന്നു, പിന്നീട് ഓടുന്നു, എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ഇന്ത്യക്ക് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീറോ ഒന്ന് സ്വന്തം നിലയ്ക്ക് നിന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കും എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേണിൽ നിന്ന് നമുക്ക് നല്ല ഐഡിയാസ് കിട്ടും. ചൈനയിൽ നിന്ന് അതിനെങ്ങനെയാണ് മാസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിൽ നമുക്ക് ഐഡിയാസ് കിട്ടുന്നുണ്ട്. ഗ്ലോബൽ സപ്ലൈ ചെയിൻ എങ്ങനെയാണ് ചൈന ടൈറ്റൻ ചെയ്തിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ സപ്ലൈ ചെയിൻ ട്രാപ്പിൽ നമ്മൾ നിൽക്കരുത്. ഇപ്പോൾ ഹോർമൂസ് സ്ട്രൈറ്റ് ബ്ലോക്ക് ചെയ്ത സമയത്ത് മെയിൻലി LNGയിലാണ് നമുക്ക് ഇഷ്യൂ ഉണ്ടായത്. ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനാവശ്യമായിട്ടുള്ള ഒരു ഈഫ് കേസ് സിനാരിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സിനാരിയോ ഇപ്പോൾ കഴിഞ്ഞ വർഷം റെയർ എർത്ത് എലമെൻറ്റ്സിൽ ചൈന കൺട്രോൾ ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് LNG പോലെ നമ്മൾ ഓരോ വീടുകളിലേക്കും എത്തുന്നില്ല, പകരം കാറുകൾ കുറച്ച് കാലത്തേക്ക് വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളാരെയും അത് വലിയ രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ദൈനംദിന ജീവിതത്തെ ബാധിച്ചപ്പോൾ നമ്മളൊക്കെ അതിനെക്കുറിച്ച് ഫോക്കസ്ഡ് ആയിട്ട് മാറിയില്ല. അപ്പോൾ ഇതിലൊക്കെ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മളും ഒരു കുശാഗ്ര ബുദ്ധിയോട് കൂടി പെരുമാറണം. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയെ ഒരു ട്രസ്റ്റഡ് സപ്ലൈ ചെയിൻ ആയിട്ട് ഒരിക്കലും കാണരുത്. ഫോർ ദ ടൈം ബീങ് നമുക്കിത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ കാണാം. ഇന്ത്യ അത്തരത്തിൽ മൂവ് ഓൺ ചെയ്തിട്ടുള്ള ഒരു പാക്സ് സിലിക്ക എന്നുള്ളൊരു എഗ്രിമെൻറ്റിനെ കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ലോകത്തെ ഭരിക്കുന്നത് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രികളാണ് എന്നുണ്ടെങ്കിൽ എൻവിഡിയും മറ്റുമൊക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെമി കണ്ടക്ടറിൻ്റെ സപ്ലൈ ചെയിനിനെ ചൈനയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ അത് അമേരിക്ക ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് കേട്ടോ. അതിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇന്ത്യ അതുപോലെ ഇൻറ്റേർണലി ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റുകളും അഡ്വാൻസ്ഡ് മെറ്റീരിയലുകളൊക്കെ പ്രാദേശികമായിട്ട് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഇൻസെൻറ്റീവ് സ്കീമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും നമുക്കങ്ങ് കയറി ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾക്ക് ചെയ്തൂടെ എന്നുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുള്ള മേഖലകളാണ്, പ്രത്യേകിച്ച് ഈ റെയർ എർത്ത് മിനറലുകളും നേരത്തെ പറഞ്ഞ പോലെ റിഫൈനിങ് കപ്പാസിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ആ മേഖലയിലേക്ക് ഫണ്ടിങ്ങും വരുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രമാത്രം ചെയ്താൽ പോരാ. ഇനിയുള്ള കാലത്തേക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോളിസിയോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ മുന്നേറി വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് മലിനീകരണം കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ലോകത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഹീറ്റ് വേവുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്ന് മറ്റൊരു ഡിസ്കഷനാണ്. അപ്പോൾ ഇതിനെല്ലാം പൊളിറ്റിക്കലി ജിയോ പൊളിറ്റിക്കലി ഗ്ലോബലി ഇത്തരം ഡിസ്കഷനെയൊക്കെ നാവിഗേറ്റ് ചെയ്തിട്ട് ഇന്ത്യ എങ്ങനെ മുന്നേറി വരും എന്നുള്ളതായിരിക്കും ഇനിയുള്ള കാലത്ത്. ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഈ 21st സെഞ്ച്വറി ആര് കൺട്രോൾ ചെയ്യും എന്നുള്ളതിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റോറി അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലേക്കൊക്കെ വലിയ ചോദ്യചിഹ്നമാവുക. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ചൈനയെ അങ്ങ് ബാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ആ ഭാഗത്തൊന്നും ചെയ്യാതിരിക്കുക, അതല്ല ചെയ്യേണ്ടത്. ഇന്ത്യൻ ഗവൺമെൻറ് പോലും അതല്ല ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് വികസനം വേണം, പുതിയ കാര്യങ്ങൾ വേണം, ഏറ്റവും പുതിയ ടെക്നോളജികൾ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയണം. ഇതിലൊക്കെ ചൈന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സിലിക്കൺ വാലിയിൽ മാത്രമാണ് ഈ മൊബൈൽ
മൊബൈൽ ഫോൺ ടെക്നോളജിയും മറ്റ് ടെക്നോളജികളൊക്കെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സാധാരണക്കാരൊക്കെ ഈ സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടല്ലോ. അത്തരമൊരു റെവല്യൂഷൻ ഒരുപക്ഷെ ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവില്ല. ചൈന അത് ഏറ്റെടുത്തിട്ട് മാസ് സ്കെയിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലുള്ള ഫോണുകളും മറ്റുമൊക്കെ ആക്സസിബിളായി വന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസിൽ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി നോക്കുക, ഐഫോൺ ഒരു 30% അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു. ചിപ്പുകളുടെ ഡിമാൻഡ് കൂടിയത് കാരണം ആ ഒരു ഇൻഡസ്ട്രി ആസ് സച്ച് വില കൂട്ടാതെ മാർഗ്ഗമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നല്ലോ. AI റേസാണ് പ്രധാന കാരണം. ടോട്ടൽ ചിപ്പുകളുടെയൊക്കെ സപ്ലൈ, അത് മെമ്മറി ചിപ്പുകളാണെന്നുണ്ടെങ്കിൽ മറ്റ് ചിപ്പുകളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി AI ഇൻഡസ്ട്രി കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ചർച്ച ഇന്നുണ്ടല്ലോ. ഇത് കാരണം കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പരിധി വരേക്കും നമ്മൾ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ടെക്നോളജി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ചൈനയുടെ റോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു റോളാണ്. അപ്പോൾ നമ്മളിതിനെ പ്രായോഗികമായിട്ട് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ചൈനയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുകളോ ഐഡിയാസോ മറ്റൊക്കെ ചൈനയിൽ നിന്ന് കണ്ടിട്ട് ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വിൽക്കേണ്ടി വരും. ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൈനയിൽ നിന്ന് പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റേജിൽ ഒരു പക്ഷേ നമുക്ക് പാർട്സും കൂടെ ഇവിടെ ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഘട്ടത്തിലേക്കൊക്കെ മാറാൻ പറ്റും. ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാത്രം മാറാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഘട്ടം കവർ ചെയ്തിട്ട് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമാവണമെന്നില്ല. വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാൻഡൻ ഫെയർ കാണാനോ അല്ലെങ്കിൽ ഷെൻജനിൽ വെച്ച് നടക്കുന്ന AI ആൻഡ് IoT ഹാർഡ്വെയർ പ്രൊഡക്റ്റുകളുടെ സമ്മിറ്റ് കാണാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുള്ള ലിങ്ക് ഫോളോ ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെയുണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കണക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെയുണ്ട്.